Question paper revision, second chapter, unit and measurements, part 3. 2016 improvement examine 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. Length of a sheet is 17.3 plus or minus 0.3 centimeter and breadth is 3.12 plus or minus 0.08 centimeter. Calculate the percentage error in area. ഒരു ഷീറ്റിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്. ലെങ്ത്തും ബ്രെഡ്ത്തും തരുന്ന സമയത്ത് ഇത് എല്ലാം എന്താണെന്നാൽ ഇത് അബ്സല്യൂട്ട് എറർ ആണ്. പ്ലസ് ഓർ മൈനസ് ആയിട്ടുള്ള വാല്യൂ അബ്സല്യൂട്ട് എറർ ആണ്. ഈ 17.3 എന്ന് പറഞ്ഞാൽ ട്രൂ വാല്യൂ ആണ്. അപ്പൊ ഇവിടെ അതെ 0.08 എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് എറർ ആണ്. ഇതെന്താണ് ട്രൂ വാല്യൂ ആണ് വരുന്നത്. ഇപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട്. എന്തിന്റെ പെർസെന്റേജ് എറർ കാണണം? ഏരിയയുടെ പെർസെന്റേജ് എറർ കാണണം. അപ്പൊ ഏരിയയുടെ ഫോർമുല നമുക്കറിയാം. ഒരു റെക്ടാംഗുലർ ബ്ലോക്ക് ആകുമ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ നമുക്ക് ഏരിയ എ, ലെങ്ത് എൽ, ബ്രെഡ്ത്ത് ബി ആണെങ്കിൽ അതിന്റെ പെർസെന്റേജ് എറർ ഫോർമുല ഈ ലെവലിൽ എഴുതാൻ പറ്റും. ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 പ്ലസ് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ വരുമ്പോഴും ഇവിടെ എന്താ വരുന്നത്? എററുകൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പൊ ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 നമുക്ക് കിട്ടി. ഇനി ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ലെങ്ത്തിലെ ഡെൽറ്റ എൽ 0.3 ആണ്. അതുപോലെ തന്നെ എൽ എന്ന് പറയുന്നത് 17.3 ആണ്. അതുപോലെ തന്നെ ഡെൽറ്റ ബി ബൈ ബി എന്ന് പറയുമ്പോൾ ഇവിടെ 0.08 ആണ് ഡെൽറ്റ ബി, അതുപോലെ തന്നെ 3.12 ആണ് ബി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വാല്യൂ ഇങ്ങനെയും മാറും. ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു 0.3, അതാണ് ഈ വാല്യൂ, ഡിവൈഡഡ് ബൈ 17.3 അതാണ് ഇവിടെ വരുന്നത്, ഇൻറ്റു 100 പ്ലസ് ഇവിടെ 0.08 ബൈ 3.12 ഇൻറ്റു 100. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ 1.7 ആണ്. ഇതിന്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ 2.7 കൂട്ടും. രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 4.2% ആണ് ആൻസർ വരുന്നത്. Next question. Using the principle of homogeneity of equation, check whether the equation is correct. T is equal to 2 pi into root of g by L. ഇതിൽ ടി ടൈം ആണ്, ജി ആക്സലറേഷൻ ആണ്, എൽ ലെങ്ത് ആണ്. ഒറ്റ നോട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ ശരിക്കുള്ള ഫോർമുല എന്താണ്? ടി ഈസ് ഈക്വൽ ടു 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി ആണ്. അപ്പൊ ആ ഫോർമുല നമുക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മ വേണം. അപ്പൊ ഇവിടെ തെറ്റാണെന്ന് നമുക്കറിയാം. അത് എന്ത് ചെയ്യണം? നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 ടേം ഉള്ളത്. ഫസ്റ്റ് ടേം ഏതാ വരുന്നത്? ടി ആണ്. ടിയുടെ ടൈം ആണ്, ടൈമിന്റെ ടി തന്നെയാണ് വരുന്നത്. ഇനി അടുത്ത ടേം 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് ജി ബൈ എൽ ആണ്. 2ക്ക് ഡയമെൻഷൻ ഇല്ല. പിന്നെ റൂട്ട് ഓഫ് ജിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ആണ്. എൽ ടി റേസ്ഡ് -2. ലെങ്ത് എൽ ആണ്, എല്ലിന്റെ ക്യാപിറ്റൽ എൽ, എൽ കട്ട് ചെയ്തു. അപ്പൊ ടി റേസ്ഡ് -2ന്റെ റൂട്ടാണ് വരുന്നത്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ അല്ല. ഇപ്പൊ ടിയും റൂട്ട് ഓഫ് ടി റേസ്ഡ് -2 ആണ്. അതുകൊണ്ട് ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് അല്ല. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ടി ഈസ് നോട്ട് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് 2 പൈ റൂട്ട് ഓഫ് ജി ബൈ എൽ. സോ ഇക്വേഷൻ ഈസ് നോട്ട് കറക്റ്റ്. 2016 മാർച്ചിൽ ചോദിച്ചത് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ആ വർഷം ചോദിച്ചിട്ടുള്ളത്. ദ എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് 0.6%. അപ്പൊ ഒരു സർക്കിളിന്റെ റേഡിയസിന്റെ മെഷർമെന്റിലുള്ള എറർ 0.6% ആണ്. ഫൈൻഡ് ദ പെർസെന്റേജ് എറർ ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് ഏരിയ ഓഫ് സർക്കിൾ. ഏരിയ ഓഫ് സർക്കിളിൽ അപ്പൊ എന്തായിരിക്കും പെർസെന്റേജ് എറർ എന്നാണ്. അപ്പൊ ഏരിയ ഓഫ് സർക്കിളിന്റെ ഫോർമുല നമുക്കറിയണം. എ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. ഇനി അതിന്റെ പെർസെന്റേജ് എറർ എഴുതാൻ അറിയണം. ഏതാ വരുന്നത്? ഡെൽറ്റ എ ബൈ എ ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് അതിന് ഡയമെൻഷൻ ഇല്ല. അപ്പൊ പിന്നെ ആർ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100. ഈ ഡെൽറ്റ ആർ ബൈ ആർ ഇൻറ്റു 100ന്റെ വാല്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത് 0.6%. അപ്പൊ 2 ഇൻറ്റു 0.6%. അപ്പൊ എത്രയാണ്? 1.2% ആണ് ആൻസർ വരുന്നത്. അടുത്തത് നെയിം ദ പ്രിൻസിപ്പിൾ യൂസ്ഡ് ടു ചെക്ക് കറക്റ്റ്നെസ് ഓഫ് ദി ഇക്വേഷൻ. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. നമുക്കത് ആൻസർ അറിയാം. ഏതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി? അടുത്തത് വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 0.00820. ഇതിലെ ഈ ലാസ്റ്റ് 3 സീറോയും കൺസിഡർ ചെയ്യില്ല. കാരണം ഡെസിമലിന് ശേഷം വേറെ ഒരു നമ്പറും ഇല്ലാത്ത സീറോസ് കൺസിഡർ ചെയ്യില്ല. ഡെസിമലിന് മുന്നേ അതെ വേറെ നമ്പറുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഫസ്റ്റിലുള്ള 3 സീറോ കൺസിഡർ ചെയ്യില്ല. എന്നാൽ ഡെസിമലിന് ശേഷം ഇവിടെ ലാസ്റ്റ് സീറോ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ 820 ഈ 3 എണ്ണാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ആൻസർ എത്രയാണ് വരുന്നത്? 3 ആണ്. ഇനി 2015 ഇംപ്രൂവ്മെന്റിന് കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ ക്യാൻ ബി ചെക്ക്ഡ് യൂസിങ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി, സ്റ്റേറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. കുറെ ചോദ്യം ഇത് വെച്ച് വന്നിട്ടുണ്ട്.
ആൻസർ ഇതാണ്. ഡയമെൻഷൻസ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആർ സെയിം ഇൻ ഈച്ച് ആൻഡ് എവറി ടേം ഓൺ ഐദർ സൈഡ് ഓഫ് ആൻ ഇക്വേഷൻ. Using this principle, check whether the following equation is dimensionally correct. Half mv square is equal to mgh correct ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ m മാസ് ആണ് തന്നിട്ടുണ്ട്, v വെലോസിറ്റി, g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, h ഹൈറ്റ്. നമ്മൾ ഇതേ ചോദ്യം തന്നെ തൊട്ട് മുമ്പ് മറ്റൊരു രീതിയിൽ വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് അറിയാം, പക്ഷെ പ്രൂവ് ചെയ്യണം. ഹാഫ് എം വി സ്ക്വയറിന്റെ ഡയമെൻഷൻ, ഹാഫിന് ഡയമെൻഷൻ ഇല്ല, പിന്നുള്ളത് m ആണ്. എമ്മിന്റെ ഡയമെൻഷൻ നമ്മൾ അതുപോലെ തന്നെ എന്ത് എഴുതി, ക്യാപിറ്റൽ M എന്ന് എഴുതി. പിന്നെ വി സ്ക്വയർ ആണ്, അതായത് വിയുടെ ഡയമെൻഷൻ എൽ ടി റേസ്ഡ് -1 ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് m, എല്ലിനെ സ്ക്വയർ ചെയ്യുമ്പോൾ എൽ സ്ക്വയർ, ടി റേസ്ഡ് -1നെ സ്ക്വയർ ചെയ്യുമ്പോൾ ടി റേസ്ഡ് -2. ഇനി നമ്മൾ എം ജി എച്ചിന്റെ കാണുന്നു. എം ജി എച്ചിന്റെ അതെ, എമ്മിന്റെ m, ജിയുടെ എൽ ടി റേസ്ഡ് -2 ആക്സലറേഷൻ ആണ്. പിന്നെ h ആണ്, h എന്ന് പറഞ്ഞ ലെങ്ത് ആണ് L. അപ്പൊ വീണ്ടും എം എൽ സ്ക്വയർ ടി റേസ്ഡ് -2 കിട്ടി. അപ്പൊ രണ്ടും ഈക്വൽ ആണ്. സോ ദ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. അടുത്തത്, ഇഫ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ദ മെഷർമെന്റ് ഓഫ് വെലോസിറ്റി ആൻഡ് മാസ് ആർ 2% ആൻഡ് 4% റെസ്പെക്റ്റീവ്ലി. ഇപ്പൊ വെലോസിറ്റിയുടെ പെർസെൻറ്റേജ് എറർ 2ഉം മാസിന്റെ പെർസെൻറ്റേജ് എറർ 4ഉം ആണ്. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് എറർ ഇൻ കൈനറ്റിക് എനർജി? അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജിയിലെ പെർസെൻറ്റേജ് എറർ എന്താണ്? കൈനറ്റിക് എനർജി കാണാനുള്ള ഫോർമുല നമുക്കറിയാം, ഹാഫ് എം വി സ്ക്വയർ ആണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. ഇനി നമ്മൾ പെർസെൻറ്റേജ് എറർ എടുക്കുകയാണ്, ഡെൽറ്റ കെ ഇ ബൈ കെ ഇ ഇൻറ്റു 100. അതാണ് പെർസെൻറ്റേജ് എറർ ഇൻ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ്. നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കോൺസ്റ്റന്റ് ആണ്, ഡയമെൻഷൻ ഇല്ല. പിന്നെ എമ്മിന്റെ നമുക്കറിയാം ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100 ആണ് വരുന്നത്. അതുപോലെ തന്നെ വി സ്ക്വയറിന് നമുക്കറിയാം 2 ഇൻറ്റു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 ആണ്. ഇനി ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100ന്റെ വാല്യൂ എത്രയെന്ന് തന്നിട്ടുണ്ട്. എത്രയാണ്? മാസിന്റെ പെർസെൻറ്റേജ് എത്രയാണ്? 4 ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം എന്ത് വന്നു? 4 കിട്ടി. ഇവിടെ ഡെൽറ്റ എം ബൈ എം ഇൻറ്റു 100ന്റെ 4 കിട്ടി. ഇനി 2 ഇൻറ്റു ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100, അതായത് വെലോസിറ്റിയുടെ എത്രയാണ് വന്നിരിക്കുന്നത്? 2% ആണ്. ഇപ്പൊ 2 ഇൻറ്റു 2 4 പ്ലസ് 4 എത്ര പെർസെൻറ്റേജ് കിട്ടി? 8% ആണ് കൈനറ്റിക് എനർജിയിലുള്ള പെർസെൻറ്റേജ് എറർ. ഇനി അടുത്ത 2015 മാർച്ചിലെ സജസ്റ്റ് എ മെത്തേഡ് ടു മെഷർ ഡയമീറ്റർ ഓഫ് മൂൺ. ഡയമീറ്റർ ഓഫ് മൂൺ മെഷർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് നമ്മൾക്കറിയാം, ലോങ് ഡിസ്റ്റൻസ് മെഷർമെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ആ മെത്തേഡിന്റെ പേരെന്താണ്? പാരലാക്സ് മെത്തേഡ്. അപ്പൊ പാരലാക്സ് മെത്തേഡിന്റെ പ്രോബ്ലംസ് നമ്മൾ കണ്ടു. അപ്പൊ അത് ഒരുപാട് പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അടുത്തത്, ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് ഓഫ് എ ബ്ലോക്ക് ഈസ് മെഷേർഡ് യൂസിങ് വെർനിയർ കാലിപ്പേഴ്സ്. വെർനിയർ കാലിപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അത് ഉപയോഗിച്ചിട്ട് ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് ഓഫ് എ ബ്ലോക്ക് മെഷർ ചെയ്തു. The percentage error in the measurement are 2%, 1% and 3% respectively. ഇപ്പൊ ലെങ്ത്, ബ്രെഡ്ത്ത്, തിക്നെസ് അതിന്റെ പെർസെൻറ്റേജ്, ലെങ്ത്തിന്റെ 2% ആണ്, ബ്രെഡ്ത്തിന്റെ 1% ആണ്, തിക്നെസിന്റെ 3% ആണ്. എസ്റ്റിമേറ്റ് ദ പെർസെൻറ്റേജ് എറർ ഇൻ ഇറ്റ്സ് വോളിയം. വോളിയത്തിലുള്ള പെർസെൻറ്റേജ് എറർ കാണാൻ. അപ്പൊ ഒരു ബ്ലോക്ക് ആണ്, അതിന്റെ വോളിയം കാണാനുള്ള ഫോർമുല പറയാം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ്. അപ്പൊ വോളിയം വി ഈസ് ഈക്വൽ ടു എൽ ബി ടി. ഇനി നമ്മൾ ഫോർമുല എഴുതണം പെർസെൻറ്റേജ് എററിന്റെ. നമുക്കറിയാം ഡെൽറ്റ വി ബൈ വി ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു എല്ലിന്റെ ആകുമ്പോൾ ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ബി ബൈ ബി ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100. ഓരോന്നിന്റെ വാല്യൂ നമുക്ക് കൊടുക്കാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് 2 പ്ലസ് 1 പ്ലസ് 3 ആണ്. അപ്പൊ എത്ര വരുന്നത്? 6% ആണ് ആൻസർ വരുന്നത്. അടുത്തത്, എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഗിവൺ ബൈ h ഇസ് ഈക്വൽ ടു എഫ് വി സ്ക്വയർ ബൈ എൽ. ഒരു ഫോർമുല തന്നിട്ടുണ്ട്. ഇതിൽ എഫ് ഫോഴ്സ് ആണ്, വി വെലോസിറ്റി ആണ്, എൽ ആംഗുലാർ മൊമെന്റം ആണ്. ഇനി ഫൈൻഡ് ദ ഡയമെൻഷൻ ഓഫ് എച്ച്. എച്ചിന്റെ ഡയമെൻഷൻ കാണണം. അപ്പോൾ എച്ചിന്റെ ഡയമെൻഷൻ കാണാൻ വേണ്ടിയിട്ട് എഫിന്റെയും വി സ്ക്വയറിന്റെയും എല്ലിന്റെയും ഡയമെൻഷൻ ആയിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ അതിൽ എല്ലിന്റെ ഡയമെൻഷൻ കാണുകയാണ്. എൽ എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൂവ്മെന്റ് ആണ്. ആംഗുലാർ മൂവ്മെന്റ് കാണാനുള്ള ഒരു ഫോർമുല ഇതാണ്. എൽ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് പി എന്നാണ്. ആർ ഇൻറ്റു പി എന്ന് പറയാം. പി എന്ന് പറഞ്ഞാൽ മൊമെന്റ് ആണ്. ആ മൊമെന്റ് കാണാനുള്ള ഫോർമുല എം ഇൻറ്റു വി ആണ്. അപ്പൊ ഇതാണ് എല്ലിന്റെ ഫോർമുല. ഇത് നമ്മൾ പിന്നീടുള്ള ചാപ്റ്ററുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ഓർമ്മയിൽ ഉണ്ടാവും. എൽ ഈസ് ഈക്വൽ ടു ആർ എം വി ആണ്. ആർ എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. അപ്പൊ റേഡിയസ് എൽ കൊടുത്തു. അതുപോലെ തന്നെ എം മാസ് എം, വി വെലോസിറ്റി ആണ്, എൽ ടി റേസ്ഡ് -1. അപ്പൊ എൽ ഇൻറ്റു എൽ എൽ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എം എൽ സ്ക്വയർ ടി റേസ്ഡ് -1 ആണ് ആംഗുലാർ മൂവ്മെന്റ് എല്ലിന്റെ ഡയമെൻഷണൽ ഫോർമുല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എച്ചിന്റെ ഡയമെൻഷൻ കാണുന്നു. എച്ചിന്റെ ഡയമെൻഷൻ കാണാൻ എഫ് ഇ സ്ക്വയർ ബൈ എല്ലിന്റെ ഡയമെൻഷൻ കണ്ടാൽ മതി. എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ എം എൽ ടി റേസ്ഡ് -2
വി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ്, അതിന്റെ സ്ക്വയർ എൽ ടി റേസ്ഡ് മൈനസ് വൺ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആംഗുലർ മൂവ്മെന്റ് നമ്മളിവിടെ കണ്ടത് എം എൽ സ്ക്വയർ ടി റേസ്ഡ് മൈനസ് വൺ. ഇനി നമ്മൾ എം എൽ സ്ക്വയർ അതേപോലെ തന്നെ എഴുതി, ബ്രാക്കറ്റ് റിമൂവ് ചെയ്തപ്പോൾ എൽ സ്ക്വയർ ടി റേസ്ഡ് മൈനസ് ടു വന്നു, അത് അതേപോലെ എഴുതി, ഡിവൈഡഡ് ബൈ ഈ ടേം അതേപോലെ എഴുതി. അപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്ത് എം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഒരു എൽ സ്ക്വയറും ഈ എൽ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് കളയാം. ഒരു ടി റേസ്ഡ് മൈനസ് വണ്ണും ഇവിടുത്തെ ഒരു ടി റേസ്ഡ് മൈനസ് ടു എന്ന് പോയാൽ ടി റേസ്ഡ് മൈനസ് വൺ ആയി. പിന്നെ ഇവിടെ എല്ലും ടി റേസ്ഡ് മൈനസ് ടുവും ടി റേസ്ഡ് മൈനസ് വണ്ണും ഉള്ളത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എൽ ടി റേസ്ഡ് മൈനസ് ത്രീ. ഇതാണ് എച്ചിന്റെ എന്ത് വരുന്നത്? ഡയമെൻഷൻ നമ്മൾ കാണുന്നത്.